പ്രിയ കുട്ടികളെ, എല്ലാവർക്കും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 12ാം ക്ലാസ് ബിസിനസ് സ്റ്റഡീസിലെ 5ാമത്തെ ചാപ്റ്റർ ഓർഗനൈസിങ് ഈ പാഠത്തിൻ്റെ 4ാമത്തെ പാർട്ടിലേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടോപ്പിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നുള്ളതാണ്. അധികാര നിയോഗം അല്ലെങ്കിൽ അധികാര കൈമാറ്റം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്. അധികാര നിയോഗം എന്നുള്ള വാക്ക് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അഥവാ അധികാര നിയോഗം. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി? അധികാര നിയോഗം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം എ സുപ്പീരിയർ ടു എ സബോർഡിനേറ്റ്. ഒരു മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥന് തനിക്കുള്ള ചില അധികാരങ്ങൾ കൈമാറുന്നതാണ്, അല്ലെങ്കിൽ ചില ചുമതലകൾ നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കുന്ന പ്രവർത്തനമാണ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി. ഒരു മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനാണ് ചില അധികാരങ്ങൾ കൈമാറുന്നത്, ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചില അധികാരങ്ങൾ അത് ചെയ്യാൻ വേണ്ടി നൽകുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഡെലിഗേഷൻ. സോ ഡെലിഗേഷൻ റെഫേഴ്സ് ടു ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ ഓഫ് അതോറിറ്റി ഫ്രം a superior to the subordinate. Delegation merely means the granting of authority to subordinates to operate within the prescribed norms. അപ്പോൾ ആ മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ അല്ലെങ്കിൽ ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കീഴുദ്യോഗസ്ഥന് ചില അധികാരങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യമാണ് ഇവിടെ ഡെലിഗേഷൻ എന്ന് പറയുന്നത്. തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കുകയാണ്. ചില അധികാരങ്ങൾ കൈമാറിക്കൊണ്ട് ഒരു മേലുദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥനെ നിയോഗിക്കുന്ന ചില അധികാരങ്ങൾ നൽകിക്കൊണ്ട് താൻ ചെയ്യേണ്ടിയിരുന്ന ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചുമതലപ്പെടുത്തുകയാണ്. That is called delegation. So delegation merely means granting of authority. അധികാരം അനുവദിച്ച് നൽകലാണ്. Granting of authority ആർക്ക്? To the subordinates. എന്തിനു വേണ്ടി? To operate within the prescribed limits. അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് അധികാരം നൽകിയിരിക്കുന്നത് വ്യക്തമായിട്ട് കീഴ്ജീവനക്കാരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മേലുദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അതായത് മേലുദ്യോഗസ്ഥൻ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ അയാൾക്ക് അധികാരമുള്ള ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ കീഴുദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുന്ന പ്രവർത്തനമാണ് അധികാര നിയോഗം അല്ലെങ്കിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അല്ലെങ്കിൽ സിംപ്ലി ഡെലിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. Then it is a prerequisite to the efficient functioning of an organization because it enables a manager to use his time on high priority activities. അപ്പോൾ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള അധികാര നിയോഗം അനിവാര്യമായിട്ടൊരു കാര്യമാണ്. കമ്പൽസറി ആയിട്ട് അത് ചെയ്യണം. എങ്കിൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് വളരെ ഫലവത്തായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. കാരണം തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഒരു മേലുദ്യോഗസ്ഥൻ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവിടെ വർക്ക് ലോഡ് വർദ്ധിക്കുകയും പല കാര്യങ്ങളിലും എഫിഷ്യൻസി കാണിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. എന്നാൽ ആ മേലുദ്യോഗസ്ഥൻ തനിക്കുള്ള ചില അധികാരങ്ങൾ തൻ്റെ കീഴുദ്യോഗസ്ഥന് വിട്ടുകൊടുക്കുകയും ആ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ചുമതലകളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ ടോപ്പ് മാനേജേഴ്സിന് അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥർക്ക് അവരുടെ വർക്ക് ലോഡ് കുറച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും.
അപ്പോൾ ഹൈ പ്രയോറിറ്റി ആക്ടിവിറ്റീസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്ര പ്രയോറിറ്റൈസ് ചെയ്യാത്ത അല്ലെങ്കിൽ അധികം പ്രാധാന്യമില്ലാത്ത ചില ജോലികൾ തൻ്റെ കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഡെലിഗേഷൻ. അപ്പോൾ എല്ലാ മാനേജർമാർക്കും അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് പ്രത്യേകിച്ചും അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഏറെ പ്രയോജനപ്രദമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാനും പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ പ്രയോറിറ്റി ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ചില മുൻഗണനാ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ കൊടുക്കാനും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കഴിയും. അതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയുടെ ഒരു മേന്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാത്തരം സ്ഥാപനങ്ങളിലും അവിടെ ഇത്തരത്തിലുള്ള ഒരു അധികാര നിയോഗം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും എല്ലാ സ്ഥാപനങ്ങളിലും ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. എങ്കിൽ മാത്രമേ അവിടെ മേലുദ്യോഗസ്ഥർക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അവിടെ വർക്ക് ലോഡ് കുറയ്ക്കാനും കഴിയുകയുള്ളൂ. ഇറ്റ് ഓൾസോ സാറ്റിസ്ഫൈസ് ദ സബോർഡിനേറ്റ്സ് ആൻഡ് പ്രൊവൈഡ്സ് ദം വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ടു ഡെവലപ്പ് ആൻഡ് എക്സസൈസ് ഇനിഷ്യേറ്റീവ്. അപ്പോൾ ഇത് കീഴ് ജീവനക്കാർക്കും വളരെ നല്ലതാണ്. ഒരു മേലുദ്യോഗസ്ഥൻ ചെയ്തുകൊണ്ടിരുന്ന പല പ്രവർത്തനങ്ങളും അത് ചെയ്യാനുള്ള അധികാരം താഴെ തലങ്ങളിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് കീഴ് ജീവനക്കാരെ വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ എന്താണ് അവരിൽ ഒരു ഇനീഷ്യേറ്റീവ് കാര്യങ്ങൾക്കൊരു മുൻകൈ എടുക്കാൻ ഉള്ളൊരു താല്പര്യം ഉണ്ടാകുകയും ചെയ്യും. കാരണം മേലുദ്യോഗസ്ഥൻ്റെ അധികാര പരിധിയിൽപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് കീഴ് ജീവനക്കാരന് വിട്ടു നൽകുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയും അല്ലെങ്കിൽ തുടർന്ന് ജോലി കയറ്റത്തിനുള്ള അല്ലെങ്കിൽ പ്രമോഷൻ പോലെയുള്ള കരിയർ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബോർഡിനേറ്റ്സിനും ഇത്തരത്തിൽ അധികാരം വിട്ടു നൽകുന്നത്, മേലുദ്യോഗസ്ഥനിൽ നിന്നും ചില അധികാരങ്ങൾ വിട്ടു ലഭിക്കുന്നത് ഏറെ ഗുണകരമാണ്. അല്ലെങ്കിൽ അത് അവരുടെ കരിയറിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഇനീഷ്യേറ്റീവ് വർദ്ധിപ്പിക്കാനും ഗുണകരമാണ്. ഒരേ സമയത്ത് മേലുദ്യോഗസ്ഥർക്ക് അവരുടെ വർക്ക് ലോഡ് കുറയ്ക്കാൻ കഴിയും, വളരെ പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അതേ സമയത്ത് ഇത് കീഴ് ജീവനക്കാരെ പരിശീലിപ്പിക്കുന്നതിനും കൂടുതൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിനും അവരുടെ ഇനിഷ്യേറ്റീവ് വർദ്ധിപ്പിക്കാനുമൊക്കെ അല്ലെങ്കിൽ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനുമൊക്കെ ഇത് ഉപകരിക്കും. Then the managers shall still be accountable for the performance for the assigned task. ഇവിടെ അധികാരം വിട്ടു നൽകുന്നുണ്ട്, ജോലി ഏൽപ്പിച്ചു നൽകുന്നുണ്ട് കീഴ് ജീവനക്കാരന്. എന്നാൽ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? ആരാണോ അധികാരം കൈമാറിയ ആ സുപ്പീരിയർക്ക് തന്നെയാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ ചില അധികാരങ്ങൾ താൽക്കാലികമായിട്ട് തൻ്റെ കീഴ് ജീവനക്കാരന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ആ ജോലി ചെയ്യാനുള്ള അധികാരം വിട്ടു നൽകുക മാത്രമാണ് ചെയ്തത്. അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ആർക്ക് തന്നെയാണ്? അവിടെ ആരാണോ അധികാരം കൈമാറിയത് അല്ലെങ്കിൽ ആ ഡെലിഗേറ്റർക്ക് തന്നെയാണ്. ഡെലിഗേറ്റർ എന്ന് പറയുന്നത് സുപ്പീരിയർ. ആ സുപ്പീരിയർക്ക് തന്നെയാണ് അവിടെ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കൃത്യനിർവഹണത്തിൽ എന്തെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ടോപ്പ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവിടെ ഈ സുപ്പീരിയറിൻ്റെ സുപ്പീരിയേഴ്സ് ഉത്തരവാദിയാക്കുന്നത് ആ സുപ്പീരിയറെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെ റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? ആരാണോ ഡെലിഗേറ്റ് ചെയ്ത് അധികാരം കൈമാറിക്കൊടുത്തത് അയാൾക്ക് തന്നെയാണ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ദ മാനേജർ ഷാൽ സ്റ്റിൽ ബി അക്കൗണ്ടബിൾ. കണക്ക് പറയാൻ ഉത്തരവാദിയായിട്ടുള്ളത്, അക്കൗണ്ടബിൾ ആയിത്തീരുന്നത് ആര് തന്നെയാണ്? ആ ഡെലിഗേറ്റർ ആയിട്ടുള്ള മാനേജർ തന്നെയാണ്. അല്ലെങ്കിൽ ആ സുപ്പീരിയർ ആയിട്ടുള്ള മാനേജർക്ക് തന്നെയാണ് അവിടെ ഉത്തരവാദിത്വവും കണക്ക് കാണിക്കാനുള്ള ബാധ്യതയുമൊക്കെ ഉള്ളത്.
Then delegation of authority. അതിലൂടെ നമുക്കറിയാം a manager or a superior manager assigning some work or duties to others, to his subordinates, and also giving them authority to do it. അത് ചെയ്യുന്നതിനുള്ള അധികാരവും നൽകുന്നുണ്ട്. So thereby distribute the workload to others. അപ്പോൾ ഇത്തരത്തിൽ ഡെലിഗേഷനിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അസൈനിങ് ഡ്യൂട്ടീസ് ടു ദ സബോർഡിനേറ്റ്സ്. ആ മേലുദ്യോഗസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള അയാളുടെ ഉത്തരവാദിത്തമായിട്ടുള്ള ചില ചുമതലകൾ എന്ത് ചെയ്യുന്നു, അയാളുടെ കീഴുദ്യോഗസ്ഥന് കൈമാറുന്നു. അസൈനിങ് വർക്ക് ടു അതേഴ്സ്. അറ്റ് ദ സെയിം ടൈം giving some authority, the required authority to fulfill such complete such a task. ആ ജോലി നിർവഹിക്കാനുള്ള അധികാരം കൂടെ കൊടുക്കണം. ചുമതല മാത്രം കൊടുക്കുകയല്ല, ഐ മീൻ ഡ്യൂട്ടീസ് മാത്രമല്ല, ജോലി മാത്രമല്ല അവിടെ ഷെയർ ചെയ്യുന്നത്. അവിടെ എന്ത് ചെയ്യുന്നു, ആ ജോലി നിർവഹിക്കാനുള്ള അധികാരവും നൽകുന്നുണ്ട്. വർക്ക് അസൈൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വർക്ക് പെർഫോം ചെയ്യുന്നതിനുള്ള അതോറിറ്റി അല്ലെങ്കിൽ അധികാരം കൂടെ കീഴ് ജീവനക്കാരന് നൽകുന്നുണ്ട്. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഒരു മേലുദ്യോഗസ്ഥൻ തൻ്റെ വർക്ക് ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ തൻ്റെ കീഴ് ജീവനക്കാരനുമായിട്ട് പങ്കുവെക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ നടക്കുന്നത്. ചെയ്യേണ്ട ജോലി കീഴുദ്യോഗസ്ഥന് ഏൽപ്പിച്ചു കൊടുക്കുന്നു, അത് പെർഫോം ചെയ്യാനുള്ള അധികാരവും നൽകുന്നു. അതിലൂടെ അവിടെ ആ മേലുദ്യോഗസ്ഥൻ തൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ വർക്ക് എന്ത് ചെയ്യുന്നു, തൻ്റെ സബോർഡിനേറ്റുമായിട്ട് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദ അതോറിറ്റി ഗ്രാൻറ്റഡ് ടു എ സബോർഡിനേറ്റ് ക്യാൻ ബി ടേക്കൺ ബാക്ക് ആൻഡ് ഡെലിഗേറ്റഡ് ടു അനദർ പേഴ്സൺ. അതാണൊരു ഡെലിഗേഷൻ്റെ മറ്റൊരു പ്രത്യേകത. അവിടെ കീഴുദ്യോഗസ്ഥന് ചില അധികാരങ്ങൾ വിട്ടുകൊടുത്തെന്ന് കരുതിയിട്ട് അത് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെന്താണ്, ഒരു ടെമ്പററി പ്രോസസ്സായിട്ട് കാണാം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ടെമ്പററി പ്രോസസ്സാണ്. അപ്പോൾ ആ ടെമ്പററി പ്രോസസ്സ് എന്നതിനെ വീക്ഷിക്കാൻ കാരണം വേണമെങ്കിൽ എന്താണ്, ഈ നൽകിയ അധികാരങ്ങൾ തിരിച്ചെടുക്കാം. ആ ഡെലിഗേറ്റർക്ക് അല്ലെങ്കിൽ അധികാരം ഷെയർ ചെയ്ത അല്ലെങ്കിൽ അധികാരം കൈമാറിയ ആ ഡെലിഗേറ്റർക്ക് അത് റിവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അവ തിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. ആൻഡ് ഇറ്റ് മേ ബി ഡെലിഗേറ്റഡ് ടു അനദർ പേഴ്സൺ. അപ്പോൾ തൻ്റെ കീഴുദ്യോഗസ്ഥനെ ഏൽപ്പിച്ചു കൊടുത്ത ആ കീഴുദ്യോഗസ്ഥൻ ചുമതലകൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നില്ലെങ്കിൽ എന്താണ്, അയാൾക്ക് ആ നൽകിയ അധികാരങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് അത് വേണമെങ്കിൽ മറ്റൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീണ്ടും മറ്റൊരാൾക്ക് കൈമാറി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി പ്രോസസ്സാണ്. മോറോവർ ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു മാനേജർക്ക് തൻ്റെ വർക്ക് ലോഡ് കുറയ്ക്കാനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണിത്. ആൻഡ് മോറോവർ ഇറ്റ് മേ ബി വ്യൂഡ് ആസ് എ സോർട്ട് ഓഫ് ട്രെയിനിങ് ടു ദ സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റിന് പരിശീലനം കൊടുക്കാനുള്ള ഒരു രീതിയായിട്ടും ഇതിനെയൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ ഇതൊരു മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വീക്ഷിക്കാവുന്നതാണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് മേ ബി എ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു ദ സബോർഡിനേറ്റ്സ് ആൻഡ് ഓൾസോ റെഡ്യൂസ് ദ വർക്ക് ലോഡ് ഓഫ് സബോർഡിനേറ്റ്സ്. എങ്കിലും ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു പ്രോസസ്സാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ദെൻ we shall next discuss about the various elements of delegation. ഡെലിഗേഷൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അധികാര നിയോഗത്തിൻ്റെ ഘടകങ്ങളെക്കുറിച്ചാണ് ഇനി കാണുന്നത്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ? ദർ ആർ 3 മേജർ എലമെൻറ്റ്സ് ടു ഡെലിഗേഷൻ. ഡെലിഗേഷന് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് അതോറിറ്റി, 2 അക്കൗണ്ടബിലിറ്റി, 2 റെസ്പോൺസിബിലിറ്റി, ആൻഡ് തേർഡ് വൺ ഈസ് അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആർ ദ 3 ബേസിക് എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. അധികാര നിയോഗത്തിൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇവ. ഇവയൊക്കെയാണ് അതോറിറ്റി,
റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് കാണാം. ആദ്യമായിട്ട് അതോറിറ്റി അഥവാ അധികാരം. എന്താണ് അധികാരം എന്ന് പറയുന്നത്? വാട്ട് യു മീൻ ബൈ അതോറിറ്റി? അതോറിറ്റി റെഫേഴ്സ് ടു the right of an individual to command his subordinates. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ കൃത്യമായിട്ട് നമ്മൾ എന്താണ് അതോറിറ്റി, എന്താണ് റെസ്പോൺസിബിലിറ്റി എന്ന് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്സ്. തൻ്റെ കീഴുദ്യോഗസ്ഥന് ആജ്ഞ നൽകാനുള്ള ആ ഒരു അധികാരമാണ്, ആ അവകാശമാണെന്ത് അതോറിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി റെഫേഴ്സ് ടു ദ റൈറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു കമാൻഡ് ഹിസ് സബോർഡിനേറ്റ്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ്. ഇപ്പോൾ കീഴ് ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ആജ്ഞ കൊടുക്കാനുള്ള അവകാശം മാത്രമല്ല, അതോടൊപ്പം തന്നെ എന്താണ്, തീരുമാനങ്ങൾ, തൻ്റെ ഏൽപ്പിച്ചിരിക്കുന്ന മേഖലകളിൽ വേണ്ട തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശം കൂടിയാണ് ഇവിടെ അധികാരം എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ റെഫേഴ്സ് ടു ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ്. ഇൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ അതോറിറ്റി ഒറിജിനേറ്റ്സ് ബൈ വെർച്യൂ ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് പൊസിഷൻ. ഏറ്റവും ടോപ്പ് ലെവലിലുള്ളവർക്കാണ് കൂടുതൽ അധികാരങ്ങളുള്ളത്. ലോവർ ലെവലിലേക്ക് വരുന്നതോറും എന്താണ്, അധികാരം കുറയും. അപ്പോൾ ആ പൊസിഷനാണ് സ്ഥാപനത്തിലെ ഏത് പൊസിഷൻ, അയാളുടെ ഡെസിഗ്നേഷൻ അനുസരിച്ചാണ് അയാളുടെ അധികാരങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഡെസിഗ്നേഷനാണ്, അല്ലെങ്കിൽ ഏത് പോസ്റ്റിലാണ് അയാൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അയാളുടെ അധികാരങ്ങൾ, എത്രമാത്രം അയാൾക്ക് അധികാരങ്ങളുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഒരു ഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി തീരുമാനിക്കുന്നത്, അല്ലെ അതോറിറ്റി ഒറിജിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ വെർച്യൂ ഓഫ് ഇൻഡിവിജ്വൽ പൊസിഷൻ. ഏത് പോസ്റ്റിലാണ്, ഏത് പൊസിഷനിലാണ്, ഏത് ഡെസിഗ്നേഷനിലാണ് അയാൾ വർക്ക് ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് അതിലുള്ള അധികാരങ്ങൾ. മോറോവർ അതോറിറ്റീസ് ഫ്ലോ ഫ്രം ടോപ്പ് ടു ബോട്ടം. അല്ലേ, ഏറ്റവും കൂടുതൽ അധികാരമുള്ളത് ആർക്കാണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സിനാണ്. അപ്പോൾ അധികാരം താഴെത്തട്ടിലേക്ക് വരും തോറും കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. മുകളിൽ നിന്ന് താഴേക്കാണ് അതിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലോ എന്ന് പറയുന്നത്. അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. കാരണം ടോപ്പ് ലെവലാകുമ്പോൾ കൂടുതൽ അധികാരം, താഴെ തലങ്ങളിലേക്ക് വരുന്നതോറും അധികാരം കുറഞ്ഞു വരുന്നു. സോ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ദെൻ നെക്സ്റ്റ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി, ദ സെക്കൻഡ് എലമെൻറ്റ് ഇൻ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇപ്പോൾ ഡെലിഗേഷനിലെ രണ്ടാമത്തെ ഘടകമാണ് റെസ്പോൺസിബിലിറ്റി അഥവാ ഉത്തരവാദിത്തം. എന്താണ് റെസ്പോൺസിബിലിറ്റി? റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ് ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടി. തന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ ബാധ്യതയാണ്, ഒബ്ലിഗേഷനാണ്. തന്നെ ഏൽപ്പിച്ച ചുമതല ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവിടെ ആ ഒരു ബാധ്യതയാണ്, ഒബ്ലിഗേഷനാണ് അവിടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി ഈസ് ദ ഒബ്ലിഗേഷൻ ഓഫ് എ സബോർഡിനേറ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? ടു പ്രോപ്പർലി പെർഫോം ദ അസൈൻഡ് ഡ്യൂട്ടീസ്. അയാളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ അയാളെ അധികാരപ്പെടുത്തിയ കുറേ കാര്യങ്ങളുണ്ടാവും. അയാളെ അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ബാധ്യതയ്ക്കാണെന്ന് പറയുക ഉത്തരവാദിത്തം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് പോകുന്നത്? റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്സ്. എ സബോർഡിനേറ്റ് വിൽ ഓൾവേസ് ബി റെസ്പോൺസിബിൾ ടു ഹിസ് സുപ്പീരിയർ. അല്ലേ, ഒരു കീഴുദ്യോഗസ്ഥനാണ് അവിടെ മേലുദ്യോഗസ്ഥനോട് എന്നുള്ളത് ഉത്തരവാദിത്തമുള്ളത്. അപ്പോൾ ഉത്തരവാദിത്തം എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇറ്റ് ഫ്ലോസ് അപ്വേർഡ്സ്. അവിടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്വേർഡ്സ് ആണ് ഫ്ലോ ചെയ്യുന്നത്. കാരണം സബോർഡിനേറ്റ് വിൽ ഓൾവേസ് ബി റെസ്പോൺസിബിൾ ടു ഹിസ് സുപ്പീരിയർ. ഒരു സബോർഡിനേറ്റാണ് തൻ്റെ മേലുദ്യോഗസ്ഥനോട് അവിടെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്?
ഒരു സബോർഡിനേറ്റിൽ നിന്നും സുപ്പീരിയറിലേക്കാണ്. സോ റെസ്പോൺസിബിലിറ്റി ഫ്ലോസ് അപ്വേർഡ്സ്, ദാറ്റ് ഈസ് ഫ്രം എ subordinate to a superior. Then for effective delegation, the authority granted must be commensurate with the assigned responsibility. അപ്പോൾ അവിടെ ഡെലിഗേഷൻ നമ്മൾ പഠിച്ചതാണ്. അവിടെ അധികാരവും ഉത്തരവാദിത്വവും ഒരുമിച്ച് പോകേണ്ടതാണ്. ഏതായാലും തത്വം നമ്മളിപ്പോൾ അത് സൂചിപ്പിക്കുകയുണ്ടായി. പാരിറ്റി വേണം, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ ഒരു പാരിറ്റി ഉണ്ടാവണം. ഹെൻറി ഫയോൾ പറഞ്ഞതാണ് അല്ലേ. ഇപ്പോൾ ഹെൻറി ഫയോളിൻ്റെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നതാണ് പാരിറ്റി ഉണ്ടാവണം. ഏത് തമ്മിൽ? അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ. അപ്പോൾ അവിടെ അധികാരം കൊടുത്തവർക്ക് ഉത്തരവാദിത്വം നൽകുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉത്തരവാദിത്വം നൽകുന്നില്ലെങ്കിൽ അവിടെ അധികാരം ദുർവിനിയോഗം ചെയ്യും. അല്ലെങ്കിൽ ചുമതലകൾ ഏൽപ്പിച്ചു, അത് പെർഫോം ചെയ്യാനുള്ള അധികാരം കൊടുത്തില്ലെങ്കിലോ അവിടെ ആ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് രണ്ടും ഒന്നിച്ചു പോകണം. അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഒരേപോലെ പോകേണ്ടവയാണ് എന്നുള്ളതാണ്. അവിടെ പാരിറ്റി വേണം, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി തമ്മിൽ പാരിറ്റി വേണമെന്ന് ഹെൻറി ഫയോൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഫോർ ഇഫക്റ്റീവ് ഡെലിഗേഷൻ ദ അതോറിറ്റി ഗ്രാൻറ്റഡ് മസ്റ്റ് ബി കമൻസറേറ്റ് വിത്ത് ദ അസൈൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ആ ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്തത്തിന് തക്കതായിട്ടുള്ള അധികാരവും അയാൾക്കുണ്ടായിരിക്കണം. ആൻഡ് ദ തേർഡ് എലമെൻറ്റ് ഈസ് അക്കൗണ്ടബിലിറ്റി. കണക്ക് പറയേണ്ട ബാധ്യതയാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഇംപ്ലൈസ് ബീങ് ആൻസറബിൾ ഫോർ ദ ഫൈനൽ ഔട്ട്കം ഫൈനൽ റിസൾട്ട്. ആ ഫൈനൽ റിസൾട്ടിന് എന്താണ്? കണക്ക് പറയേണ്ട ബാധ്യതയാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി ഇംപ്ലൈസ് ബീങ് ആൻസറബിൾ, കണക്ക് പറയുക, ആൻസറബിൾ എന്തിനു വേണ്ടി? ഫോർ ദ ഫൈനൽ ഔട്ട്കം, ആ ഫൈനൽ റിസൾട്ട്, അതിന് കണക്ക് പറയേണ്ട ബാധ്യതയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി ഡെലിഗേറ്റഡ്. ഒരിക്കലും അക്കൗണ്ടബിലിറ്റി എന്ത് ചെയ്യാൻ സാധിക്കില്ല? ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഫ്ലോസ് അപ്വേർഡ്സ്. കണക്ക് കാണിക്കേണ്ട ആരെയാണ് കണക്ക് കാണിക്കേണ്ടത്? ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനാണ് കണക്ക് കാണിക്കേണ്ടത്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി പോലെ അക്കൗണ്ടബിലിറ്റിയും എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഫ്ലോസ് അപ്വേർഡ്സ്. എന്ന് മാത്രമേ ഡൗൺവേർഡായിട്ട് ഫ്ലോ ചെയ്യുന്നുള്ളൂ? അതോറിറ്റി മാത്രമാണ്. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ബോത്ത് ആർ ഫ്ലോസ് അപ്വേർഡ്സ്. ഒരു കീഴുദ്യോഗസ്ഥനിൽ നിന്ന് മേലുദ്യോഗസ്ഥനിലേക്കാണ് അത് ഫ്ലോ ചെയ്യുന്നത്. A subordinate will be accountable to a superior for satisfactory performance of work. അവിടെ ഒരു സബോർഡിനേറ്റ് ആണ് തൻ്റെ സുപ്പീരിയറിനോട് അക്കൗണ്ടബിൾ ആയിത്തീരുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ മാനേജർ ഹാസ് ടു എൻഷുവർ ദ പ്രോപ്പർ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് ബൈ ഹിസ് സബോർഡിനേറ്റ്സ്. അപ്പോൾ ഒരു മാനേജർ ഉറപ്പുവരുത്തണം തൻ്റെ കീഴ്ജീവനക്കാരൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന്, ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നും അയാൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അക്കൗണ്ടബിലിറ്റി, അവിടെ കീഴുദ്യോഗസ്ഥനുണ്ട്. അതേസമയത്ത് ഏൽപ്പിച്ചു കൊടുത്ത ജോലികൾ പൂർത്തിയാക്കിയോ എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട്? മേലുദ്യോഗസ്ഥനുണ്ട്. സോ ദീസ് ത്രീ ആർ ദ മേജർ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ. ഡെലിഗേഷൻ്റെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഇവ തമ്മിൽ നമുക്കൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി. ഈ 3 ഘടകങ്ങളും നമ്മളൊന്ന് താരതമ്യം ചെയ്യുകയാണ്. ദീസ് 3 ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇവ തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ കോളത്തിൽ ബേസിസ് ആണ്, ദെൻ ഓരോ എലമെൻറ്റ്സും അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി എന്നിവ നൽകിയിരിക്കുന്നു. മോണിറ്റർ ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് മീനിങ്ങിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? റൈറ്റ് ടു കമാൻഡ്, ആജ്ഞ കൊടുക്കാനുള്ള അവകാശമാണ്. റെസ്പോൺസിബിലിറ്റിയോ ഓബ്ലിഗേഷൻ ടു പെർഫോം ദ അസൈൻഡ് ടാസ്ക്, ഏൽപ്പിച്ച ജോലി പൂർത്തീകരിക്കുന്നതിനുള്ള അവിടെ ബാധ്യതയാണത്. ദെൻ അക്കൗണ്ടബിലിറ്റി ആണല്ലോ ആൻസറബിലിറ്റി ഫോർ
ഔട്ട്കം ഫോർ ദ അസൈൻഡ് ടാസ്ക്. കണക്ക് കാണിക്കാനുള്ള അവിടെ ബാധ്യതയാണ്. ദെൻ ഡെലിഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോറിറ്റി? തീർച്ചയായിട്ടും അല്ലേ. അധികാരം താഴെത്തട്ടിലേക്ക് പകർന്നു കൊടുക്കാം. ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റിയോ കനോട്ട് ബി എൻറ്റയർലി ഡെലിഗേറ്റഡ്. ചുമതല ഏൽപ്പിക്കുമ്പോൾ എന്താണ് ഉത്തരവാദിത്വം കൂടെ കൊടുക്കാം, പക്ഷേ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? ഡെലിഗേറ്റർക്ക് തന്നെ, അല്ലെങ്കിൽ അധികാരം കൈമാറുന്ന ആൾക്ക് തന്നെയാണ് നമ്മൾ കണ്ടു. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് റെസ്പോൺസിബിലിറ്റി. അധികാരം കൊടുക്കുമ്പോൾ ഉത്തരവാദിത്വം നൽകാം, പക്ഷേ അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആർക്ക് തന്നെയാണ്? സുപ്പീരിയർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കനോട്ട് ബി എൻറ്റയർലി ഡെലിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ. ദെൻ അക്കൗണ്ടബിലിറ്റി കനോട്ട് ബി ഡെലിഗേറ്റഡ് അറ്റ് ഓൾ. കണക്ക് കാണിക്കാനുള്ള ഉത്തരവാദിത്വം എന്താണ്? ആ കീഴുദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തി ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ എന്താണ്? അയാൾക്കാണ് കണക്ക് കാണിക്കാനുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ഒരിക്കലും ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എന്ത്? അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് മാറിക്കൊടുക്കാൻ പറ്റില്ല. അവിടെ അക്കൗണ്ടബിലിറ്റി, ഞാൻ ചില അധികാരങ്ങൾ എൻ്റെ കീഴുദ്യോഗസ്ഥന് വിട്ടുകൊടുത്താലും ഞാൻ അക്കൗണ്ടബിളാണ്, പൂർണ്ണമായിട്ടും ഞാൻ അക്കൗണ്ടബിൾ. പക്ഷെ അവിടെ എന്താണ്? റെസ്പോൺസിബിലിറ്റി വേണമെങ്കിൽ താഴെ തലങ്ങളിലേക്ക് ചുമതല കൊടുക്കാവുന്നതാണ്, ചുമതലപ്പെടുത്താവുന്നതാണ്. പക്ഷേ അവിടെയും അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി എനിക്കാണെങ്കിലും. ഓക്കെ. ദെൻ ഒറിജിൻ. ഒന്നാമതായിട്ട് എറൈസസ് ഫ്രം ഫോർമൽ പൊസിഷൻ. ആ പൊസിഷൻ്റെ ഇതാണ് അധികാരം തീരുമാനിക്കുന്നത്, ഏത് പൊസിഷനാണ്. ദെൻ എറൈസസ് ഫ്രം ഡെലിഗേറ്റഡ് അതോറിറ്റി. ആ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന അധികാരത്തിൽ നിന്നാണ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകുന്നത്. എന്നാൽ അക്കൗണ്ടബിലിറ്റി ആകട്ടെ എറൈസസ് ഫ്രം റെസ്പോൺസിബിലിറ്റി. അയാൾ റെസ്പോൺസിബിൾ ആയതുകൊണ്ടാണ് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ആ അധികാരമെന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകുന്നതാണ്? ആ പോസ്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ പൊസിഷൻ്റെ പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ആ പൊസിഷനിൽ ഉള്ളത് കൊണ്ടാണ് അതോറിറ്റി ഉള്ളത്. ദെൻ അവിടെ എന്താണ്? ആ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്തുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അക്കൗണ്ടബിലിറ്റി ആകട്ടെ അവിടെ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിച്ചതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നാണ് അക്കൗണ്ടബിലിറ്റി ഉണ്ടാകുന്നത്. ദെൻ ഡയറക്ഷൻ ഓഫ് ഫ്ലോ നമ്മൾ കണ്ടതാണ്. അവിടെ അതോറിറ്റി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഫ്ലോസ് ഡൗൺവേർഡ് ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഒരു മേലുദ്യോഗസ്ഥനിൽ നിന്ന് കീഴുദ്യോഗസ്ഥനിലേക്കാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്. റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി നേരെ തിരിച്ചാണ്, നമുക്കറിയാം അല്ലേ. ഫ്ലോസ് അപ്വേർഡ് ഫ്രം സബോർഡിനേറ്റ് ടു സുപ്പീരിയർ, ആൻഡ് ഓൾസോ ഇൻ അക്കൗണ്ടബിലിറ്റി ഫ്ലോസ് അപ്വേർഡ് ഫ്രം subordinate to superior. And finally, about the nature, on the basis of nature, authority is delegated. Authority can be delegated easily. അല്ലേ? അധികാരം താഴെത്തട്ടിലേക്ക് പകർന്നു കൊടുക്കാം. എന്നാലോ റെസ്പോൺസിബിലിറ്റി ഈസ് അസ്യൂംഡ്. അവിടെ ഉത്തരവാദിത്വം അസ്യൂം ചെയ്യേണ്ടതാണ്. എന്നാൽ അക്കൗണ്ടബിലിറ്റിയോ ഇമ്പോസ് ചെയ്യേണ്ട ഒന്നാണ്. ആ വ്യത്യാസം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഓരോന്നിൻ്റെ നേച്ചർ വ്യത്യസ്തമാണ്. അതോറിറ്റി ഈസ് ഡെലിഗേറ്റഡ്. ഡെലിഗേറ്റ് ചെയ്യുന്നത് അതോറിറ്റിയാണ്. റെസ്പോൺസിബിലിറ്റി ഡെലിഗേറ്റ് ചെയ്തെങ്കിലും അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ആൾ തന്നെയാണ്, ഡെലിഗേറ്റർക്ക് തന്നെയാണ്. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അസ്യൂം ചെയ്യാനേ പറ്റുകയുള്ളൂ. ആൻഡ് ഫൈനലി അക്കൗണ്ടബിലിറ്റി ഈസ് ഇമ്പോസ്ഡ്. അത് നടപ്പിലാക്കാനേ പറ്റുള്ളൂ, ഇമ്പോസ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് ദ 3 elements ഓഫ് ഡെലിഗേഷൻ: authority, responsibility and accountability. The next topic is about importance of delegation. The last topic in this video is importance of delegation. Delegation പ്രാധാന്യം എന്താണ്? അധികാര നിയോഗത്തിൻ്റെ പ്രാധാന്യം. Importance of delegation. Importance of delegation-ലെ ഫസ്റ്റ് പോയിൻ്റാണ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്. ഫലവത്തായ മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒന്നാണ് അധികാര നിയോഗം. By the process of delegation, the managers are able to function more effectively as they get more time to concentrate on important matters. അധികാര നിയോഗത്തിലൂടെ നമുക്കറിയാം മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡ് സബോർഡിനേറ്റിനുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ട് അവർക്ക് കൂടുതൽ എന്താണ് തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ മർമ്മപ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. പ്രയോറിറ്റി ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയും. അതിലൂടെ എന്താണ് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയും.
So, by the process of delegation, the managers are able to function more efficiently as they get more time to concentrate on important matters. Then the second point, employee development, ജീവനക്കാരുടെ വളർച്ച. നമ്മൾ കാണുകയുണ്ടായി, ഇവിടെ കീഴ് ജീവനക്കാർക്ക് അധികാരങ്ങൾ വിട്ടുകൊടുത്ത് ചുമതലകൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ജീവനക്കാരുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ജീവനക്കാർക്കൊരു പരിശീലനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്. കാരണം തൻ്റെ സുപ്പീരിയർ ചെയ്ത ചില ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ആ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നതിലൂടെ തൻ്റെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകാൻ അത് അയാളെ സഹായിക്കുന്നുണ്ട്. As a result of delegation, employees get more opportunities to utilize their talent. Thus, delegation helps by preparing better future managers. അപ്പോൾ അവിടെ ഈ ഡെലിഗേഷൻ അവരിൽ ഇനിഷ്യേറ്റീവ് ഉണ്ടാകും, അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് ഫ്യൂച്ചർ മാനേജേഴ്സിനെ വളർത്തുന്നതിലും ഡെലിഗേഷൻ സഹായിക്കുന്നുണ്ട്. ദെൻ തേർഡ്ലി സ്പീക്കിംഗ്, ഇറ്റ് മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ്. ജീവനക്കാർക്ക് പ്രചോദനം ലഭിക്കുന്നു. കാരണം ഇതുവരെ സുപ്പീരിയേഴ്സ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് ആരെ ഏൽപ്പിക്കുന്നത്? സബോർഡിനേറ്റ്സിനെ. അപ്പോൾ അത് അവർ അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും എന്താണ്? ജീവനക്കാരെ മോട്ടിവേറ്റ് ചെയ്യും. When a superior entrusts a subordinate with a task, it is not merely the sharing of work, but involves trust on the superior's part and commitment on the part of the subordinates. അപ്പോൾ ഒരു മേലുദ്യോഗസ്ഥൻ ചെയ്തിരുന്ന ചില പ്രവർത്തനങ്ങളാണ് അത് നിർവഹിക്കാനുള്ള ഉത്തരവാദിത്വവും അതോടൊപ്പം തന്നെ എന്താണ്? അധികാരവും കീഴ് ജീവനക്കാരനും കൈമാറുന്നത്. അത് കീഴ് ജീവനക്കാരനെ കൂടുതൽ പ്രചോദിപ്പിക്കും. വളരെ ആത്മാർത്ഥതയോടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അത് അവന് പ്രചോദനമാകും. അതോടൊപ്പം തന്നെ എന്താണ്? ആ തന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥനുള്ള വിശ്വാസം ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് വെറും ഒരു വർക്ക് ഷെയർ ചെയ്യുന്നൊരു പരിപാടിയായിട്ട് ഡെലിഗേഷൻ കാണേണ്ടതില്ല. ഇറ്റ് ഇൻവോൾവ്സ് ട്രസ്റ്റ് ഓൺ ദ സുപ്പീരിയേഴ്സ് പാർട്ട്. കീഴുദ്യോഗസ്ഥനെ ട്രസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു അടയാളമാണത്. അറ്റ് ദ സെയിം ടൈം കമ്മിറ്റ്മെൻറ്റ് ഓൺ ദ പാർട്ട് ഓഫ് ദ സബോർഡിനേറ്റ്സ്. So, truly, delegation of authority will motivate the subordinates. And fourthly, it facilitates growth. സ്ഥാപനത്തിൻ്റെ വളർച്ച സാധ്യമാകുന്നു അതിലൂടെ. It facilitates growth in the organization. Delegation helps in the expansion of an organization by providing a ready workforce to take up leading positions in new ventures. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടായ മാനേജേഴ്സിനുള്ള ട്രെയിനിങ് കൂടിയാണിത്. കീഴ് ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണിത്. അതുകൊണ്ട് ബിസിനസ്സിൻ്റെ എക്സ്പാൻഷൻ എളുപ്പത്തിൽ സാധ്യമാണ് ഇത്തരത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി സ്ഥാപനത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ. സോ ഡെലിഗേഷൻ ഹെൽപ്സ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ ബൈ പ്രൊവൈഡിങ് എ റെഡി വർക്ക് ഫോഴ്സ് ടു ടേക്ക് അപ്പ് ലീഡിംഗ് പൊസിഷൻസ് ഇൻ ന്യൂ വെഞ്ചേഴ്സ്. Then fifthly, മാനേജർ ഹയറാർക്കിയുടെ ബേസിസ് ആണിത്. ഇറ്റ് ഈസ് ദ ബേസിസ് ഓഫ് മാനേജർ ഹയറാർക്കി. അധികാര ശ്രേണിയുടെ അടിസ്ഥാനം കൂടിയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എസ്റ്റാബ്ലിഷസ് സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് വിച്ച് ആർ ദ ബേസിസ് ഓഫ് ഹയറാർക്കി ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ചില അധികാരങ്ങൾ തന്നെ കീഴ് ജീവനക്കാരന് നൽകുന്നതിലൂടെ എന്താണ്? ഒരു സുപ്പീരിയർ തൻ്റെ അധികാരം അയാൾമേലുള്ള നിയന്ത്രണം എന്താണ്? കുറച്ചുകൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ മാനേജറൽ ഹൈറാർക്കിയുടെ ഒരു സ്ഥാപനത്തിലുള്ള ആ ഒരു അധികാര ശ്രേണിയുടെ എന്താണ് അടിസ്ഥാനമെന്ന് പറയുന്നതും ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി തന്നെയാണ്. ആൻഡ് ഫൈനലി ബെറ്റർ കോർഡിനേഷൻ. അതിലൂടെ മികച്ച ഏകോപനം സാധ്യമാകുന്നു. Delegation helps to avoid overlapping of duties
and duplication of efforts, as it gives a clear picture of the work being done at various levels. കാരണം ഇവിടെ ടോപ്പ് ലെവൽ മാനേജേഴ്സിന് വർക്ക് ലോഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ അധികാരങ്ങൾ താഴെത്തട്ടിലേക്ക് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ട്. ഒരിക്കലും ഡ്യൂപ്ലിക്കേഷനോ വർക്കോ ഓവർലാപ്പിങ്ങോ ഡ്യൂട്ടീസോ ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഡെലിഗേഷൻ ഹെൽപ്സ് ടു അവോയ്ഡ് ഓവർലാപ്പിംഗ് ഓഫ് ഡ്യൂട്ടീസ് and also duplication of efforts, as it gives a clear picture of the work being done at various levels. So these all are the main points of importance of delegation. ഡെലിഗേഷൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്ന 6 പോയിൻറ്റ്സ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാമാവ. ഫസ്റ്റ് വൺ ഈസ് ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് വൺ ഈസ് എംപ്ലോയി ഡെവലപ്മെൻറ്റ്, തേർഡ് വൺ ഈസ് motivation of employees, next one is facilitates growth, and the fifth one is managerial hierarchy. It is the basis of managerial hierarchy, and last one is better coordination. ഈ വീഡിയോ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണം എന്നുള്ള ആ ടോപ്പിക്കാണ് ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. Thank you all. Thank you for watching this video.